വാട്ട് ഈസ് റെയ്ഡ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റെയ്ഡിനെ കുറിച്ചിട്ട്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വന്നിട്ട് റെഡുലൻറ്റ് അറേ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് എന്നാണ്. അതായത് ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു സെർവറിൽ എന്തായിരിക്കും അതിന് ഒരു സ്റ്റോറേജ് കീപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ആ ഒരു ഹാർഡ് ഡിസ്ക് ആയിരിക്കും സ്റ്റോറേജുകൾ കീപ്പ് ചെയ്യുന്നത് സെർവറിൽ. അപ്പോൾ ഈ ഒരു ഏതൊരു കമ്പനി ആയാലും അല്ലെങ്കിൽ ഏത് ഡേറ്റ ആയാലും നമ്മളത് ആ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ആ ഒരു സുരക്ഷിതത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെർവറിലൊക്കെ. അപ്പോൾ ആ ഒരു ഹാർഡ് ഡിസ്ക് സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു റെയ്ഡ് എന്ന് പറയുന്ന ടെക്നോളജി. അപ്പോൾ ഈ റെയ്ഡിൽ പല തരത്തിൽ നമ്മൾ ഹാർഡ് ഡിസ്കുകളെ മാറ്റും. റെയ്ഡ് പ്രധാനമായിട്ടും ഒരു 4 വിധത്തിലാണുള്ളത്. അതായത് റെയ്ഡ് 0, റെയ്ഡ് 1, റെയ്ഡ് 5, റെയ്ഡ് 10. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കുകൾ, അപ്പോൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക, അതായത് നമ്മുടെ സെർവറിലൊക്കെ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കുകളുടെ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് പല കാരണങ്ങൾ കൊണ്ട് ഹാർഡ് ഡിസ്കുകൾ ഫെയിൽ ആവാം. അപ്പോൾ അങ്ങനെ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഹാർഡ് ഡിസ്ക് ഉള്ള ഡേറ്റാസ് പോകാതിരിക്കാനായിട്ട് ഏതൊക്കെ രീതിയിൽ പോകാതിരിക്കാൻ നോക്കാം എന്നുള്ളതിൽ കണ്ടുപിടിച്ച ഒന്നാണ് ഈ റെയ്ഡ് എന്ന് പറഞ്ഞ ടെക്നോളജി. അപ്പോൾ ഈ റെയ്ഡ് ഉപയോഗിച്ച ഒട്ടുമിക്ക എല്ലാ ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ള റെയ്ഡിൻ്റെ ആ ഒരു ട്രേ ഉണ്ടാവും. അതിൽ ഒന്നിലധികം ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഹാർഡ് ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന വിധം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെയ്ഡ് 0 ഒരു ഹാർഡ് ഡിസ്ക് ഒരു ട്രേ ആണ് അവിടെ ഉള്ളതെങ്കിൽ, അതായത് ഇത് ഹാർഡ് ഡിസ്ക് ആണെന്ന് വിചാരിക്കും, ഇതൊക്കെ ഹാർഡ് ഡിസ്കുകളാണ്. അപ്പോൾ ഈ ഒരു റെയ്ഡ് 0 ഹാർഡ് ഡിസ്ക്കാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടാണ്. അതായത് നോർമലി ഒരു ഡേറ്റ, അതായത് ഒരു ഫയൽ ഇങ്ങാടാണ് സേവ് ആവണമെങ്കിൽ ഒരു ഫയൽ നേരെ തിരിച്ചിങ്ങാട് സേവ് ആവും. അടുത്ത ഫയൽ ഇങ്ങാട്, അടുത്ത ഫയൽ ഇങ്ങാട്, അടുത്ത ഫയൽ ഇങ്ങാട്, അടുത്ത ഫയൽ ഇപ്പുറത്തോട്ട്, അങ്ങനെ ഈ 2 ഡിസ്കിലോട്ട് മാറിയായിരിക്കും ഫയൽസ് സേവ് ആകുന്നത്. എന്തിൽ? റെയ്ഡ് 0. അപ്പോൾ അങ്ങനെ സേവ് ആകുമ്പോൾ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ് ഉണ്ടാവും. നല്ല സ്പീഡിലായിരിക്കും ഇത് സേവ് ആകുന്നത്. ആ ഒരു 2 ഹാർഡ് ഡിസ്കിലും സേവ് ആകുന്നതോട് തന്നെ ഹാർഡ് ഡിസ്കിലെ സ്പേസ് ഇതായിരിക്കും. പക്ഷേ അതിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കാരണവശാൽ ഈ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിലായി പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഡേറ്റകളെല്ലാം പോകും. ഈ ഒരു ഹാർഡ് ഡിസ്കിലുള്ള മാത്രമേ നമുക്കപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ റെയ്ഡ് 0 അത്ര ഒരു നല്ലൊരു റെയ്ഡല്ല. അതായത് ഈ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റെയ്ഡ് സിസ്റ്റം അല്ല റെയ്ഡ് 0. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയ്ഡ് 1 ആണ്. റെയ്ഡ് 1 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയ്ഡ് 0 പോലെ ഒന്നിങ്ങാടും അല്ല, ഒന്നിങ്ങോട്ടും അല്ല വരുന്നത്. ഇതിൽ ഇങ്ങോട്ട് വരുന്ന ഒന്ന് തന്നെ അതേ ഇത് തന്നെയാണ് ഇപ്പുറത്തോട്ടും വരുന്നത്. അതായത് ഒരു ഡേറ്റ ഇതിനോട്ടും സേവ് ചെയ്യും, ഒരു ഡേറ്റ ഇതിനോട്ടും സേവ് ചെയ്യും. ഒരു ഡേറ്റ ഈ ഒരു ഹാർഡ് ഡിസ്കിൽ സേവ് ആവും, അടുത്ത ഡേറ്റ ഈ ഒരു ഹാർഡ് ഡിസ്കിൽ സേവ് ആവും. അതായത് ഈ ഒരു ഹാർഡ് ഡിസ്കിൽ സേവ് ആകുന്ന എല്ലാ ഡേറ്റകളും സൈമൾട്ടേനിയസ്ലി അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇതിനകത്ത് സേവ് ആവും. അപ്പോൾ ഈ 2 ഇതിലും സേവ് ആകുമ്പോൾ റെയ്ഡ് 1 തുടങ്ങി ഇത് ഉപകാരപ്പെടും. കാരണം റെയ്ഡ് 1 ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിലായി പോയാലും ഇതിനകത്തുള്ള അതേപോലത്തെ ഫയൽ തന്നെ നമ്മൾ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് റെയ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു റെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അതായത് ഹാർഡ് ഡിസ്കുകളുടെ ഫെയിലുകൾ മാക്സിമം ഒഴിവാക്കി ആ ഒരു ഡേറ്റാസ് പോകാതിരിക്കാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും മറ്റും ഉപയോഗിക്കുന്നൊരു ടെക്നോളജി, അതായത് ഈ ഒരു റെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയ്ഡിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെയും പറഞ്ഞു. അതായത് റെയ്ഡ് 0 പറഞ്ഞു, അതായത് ഒന്നിങ്ങാടാണ്. അപ്പോൾ ഇത് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ഇതിലുള്ളതെല്ലാം പോകും. ഓക്കെ. രണ്ടാമത്തേൽ ഒന്നിങ്ങാടും അപ്പുറത്തോട്ടതല്ല, ഓരോന്നല്ല, ഈ ഓരോന്നും 2 സൈഡിലും സേവ് ആവും. ഈ ഒരു ഫയൽ തന്നെ ഇവിടെയും ആവും, ഈ ഒരു ഫയൽ തന്നെ ഇവിടെ ആവും. അപ്പോൾ എന്ത് സംഭവിക്കുന്ന ഈ ഒരു ഡേറ്റ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈവൻ ഈ ഒരു ഹാർഡ് ഡിസ്ക് പോയാലും ഈ ഒരു ഡിസ്ക് പോയാലും നമുക്ക് ഇതിനകത്തുള്ള ഡേറ്റാസ് എല്ലാം നമുക്ക് റെയ്ഡിൽ കൂടെ നമുക്ക് റെയ്ഡ് 1 കിട്ടും. ഓക്കെ. ഇനി അടുത്ത് കുറച്ചുകൂടി അഡ്വാൻസ് ആയതാണ് റെയ്ഡ് 5 എന്ന് പറയുന്നത്. റെയ്ഡ് 5 എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 3-ലധികം ഹാർഡ് ഡിസ്കുകൾ വരുന്ന ഒരു ടെക്നോളജിയാണ് റെയ്ഡ് 5 വരുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിങ്ങാട് അങ്ങനെയല്ല, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷനോ അല്ല ഇവിടെ നടക്കുന്നത്. എല്ലാത്തിലും ഓരോന്ന് തന്നെയാണ് സേവ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിലും അവർ ഈ ഓരോ ഡ്രൈവിൽ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാരിറ്റി ഡേറ്റ, അതായത് ഒരു സ്ട്രിപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ ഇതിനകത്ത് സൂക്ഷിക്കും. അതായത് ഈ ഒരു ഡിസ്കിൽ തന്നെ ഇതിൻ്റെ ഫയലിൻ്റെ ഒരു സ്ട്രിപ്പ് ചെയ്തൊരു ഡേറ്റ സൂക്ഷിക്കും. അങ്ങനെ എല്ലാത്തിലും വരുന്നതിൻ്റെ ഒരു സ്ട്രിപ്പ് ചെയ്ത ഡേറ്റ ഈ 4 ഫയലിലായിട്ട് 4 ഹാർഡ് ഡിസ്കിലായിട്ട് സൂക്ഷിക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് ഇതിനകത്ത് 2 ഫെയിലായാലും ഈ 2 ഡേറ്റയും ഇതിനകത്ത് സ്ട്രിപ്പ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു 4 ഡിസ്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 ഡിസ്കിൻ്റെ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ആ ഒരു പാരിറ്റി ഡേറ്റയ്ക്ക് പോകും. പക്ഷേ എന്നിരുന്നാലും ഇത് നല്ലൊരു ടെക്നോളജിയാണ് റെയ്ഡ് 5 പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് റെയ്ഡ് 10. റെയ്ഡ് 10 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ റെയ്ഡ് 0 റെയ്ഡ് 1 അതേ ടെക്നോളജി രണ്ടും കൂടി ഉപയോഗിക്കുന്ന ഒന്നാണത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡേറ്റ ഈ ഹാർഡ് ഡിസ്കിലും ഈ ഹാർഡ് ഡിസ്കിലും ഈ ഒരേ ഡേറ്റ തന്നെ ഇവിടെയും ഈ 2 എണ്ണത്തിലും നമുക്ക് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ, അതായത് ഡ്യൂപ്ലിക്കേഷനുള്ള സേവ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓരോ ഹാർഡ് ഡിസ്കിലും മാറി സേവ് ചെയ്യും.
അതായത് രണ്ടും നടക്കും. അതായത് ഈ ഒരു ഡേറ്റ ഐ മീൻ റെയ്ഡ് 0 പറഞ്ഞ ഇത് ഒരു ഫയലിംഗ് കാർഡും അതായത് ഓരോ ഫയലുകൾ വീതം ചെയ്യുന്ന പോലെ അങ്ങനെ ഓരോ ഫയലും സേവ് ആവും. അതിന് പുറമെ ഡ്യൂപ്ലിക്കേഷനും, അതായത് ഇതിൻ്റെ അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഇപ്പുറത്ത് ഈ സേവ് ആകണ പോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഇപ്പുറത്ത് ഇങ്ങാടും അതിൻ്റെ സേവ് ആവും. അപ്പോൾ ഇത് രണ്ടെണ്ണം അടിച്ച് പോയാലും നമുക്ക് ഇത് രണ്ടെണ്ണത്തിലും എല്ലാ ഡേറ്റയും കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ റെയ്ഡ് 10 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഒരു റെയ്ഡ് എന്നുള്ളത് നിങ്ങളൊരു നെറ്റ്വർക്ക് ടെക്നീഷ്യനാണ്, ഇത് കൂടുതലൊരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൾക്കാർക്കാണ് ഇത് കൂടുതൽ അറിയേണ്ടത്. എന്നാലും ഒരു സെർവറിൽ വരുന്നതായതുകൊണ്ടും ഈ ഒരു സ്റ്റോറേജ് വളരെ പ്രധാനമായതുകൊണ്ടും നിങ്ങളും ഈ ഒരു റെയ്ഡ് എന്താണെന്നുള്ള ബേസിക് അറിഞ്ഞിരിക്കും. അപ്പോൾ നാളെ ആരെങ്കിലും വന്നുകൊണ്ട് റെയ്ഡ് കംപ്ലയിൻ്റ് ആയി, റെയ്ഡിൽ ഹാർഡ് ഡിസ്ക് മാറ്റി ഇടണം, അല്ലെങ്കിൽ റെയ്ഡിൽ ഇന്ന ഡിസ്കിന് കംപ്ലയിൻ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് റെയ്ഡ് എന്ന് പോലും അറിയാതിരിക്കരുത്. അപ്പോൾ ഈ ഒരു പറയുന്ന സംഭവമാണ് റെയ്ഡ് എന്ന് പറയുന്നത്. ആ ഹാർഡ് ഡിസ്കിൽ വരുന്ന ആ ഒരു ഡേറ്റയിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ സെർവറിലേക്ക് ഹാർഡ് ഡിസ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ട്രേ ആണ് ഈ ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു റെയ്ഡ് എന്ന് പറയുന്നത്. അതിൽ ഒന്നിലധികമോ ഒന്നിലധികം ഹാർഡ് ഡിസ്കുകൾ വെച്ചിട്ടാണ് ഈ റെയ്ഡ് പ്രവർത്തിക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു 5 റെയ്ഡാണ് ഞാൻ പറഞ്ഞത്. റെയ്ഡ് 0, റെയ്ഡ് 1, റെയ്ഡ് 5, റെയ്ഡ് 10. ഇതാണ് ആ ഒരു റെയ്ഡിൽ വരുന്ന ആ ഒരു ടെക്നോളജീസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെയ്ഡ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക.